എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊട്ടറ്റോ കൊണ്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയായ ഒരു ഐറ്റമാണ്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് പാളിപ്പോയെങ്കിലും ഞാനത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഈ പുഴുങ്ങിയ പൊട്ടറ്റോ എടുത്തതിന് ശേഷം ഇങ്ങനെ ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 മീഡിയം സൈസ് പൊട്ടറ്റോ ആയിരുന്നു. അതിനെ ഇങ്ങനെ ഇടിച്ചൊടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് അല്പം മല്ലിയിലയും ഇഞ്ചിയും പിന്നെ കുരുമുളക് പൊടിയാണ് എരിവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയാണെങ്കിൽ വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയും ചതച്ച വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തത്. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഉരുട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ ചെറുതായി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇങ്ങനെ നീളത്തിനാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതെൻ്റെ ആദ്യമായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എൻ്റെ ഈ പൊട്ടറ്റോയുടെ ഈ സ്നാക്സ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഓർത്തപ്പോൾ ഞാൻ എന്നാ ചെയ്തു, ഇതിനകത്തേക്ക് അല്പം അരിപ്പൊടിയിൽ ഈ പൊട്ടറ്റോയുടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഇതെടുത്ത് ഞാൻ അരിപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തു. അങ്ങനെ കോട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും അതെല്ലാം നല്ല വിട്ട് കിട്ടുന്ന പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ അല്പം അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോയുടെ ഈ റോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഇത് നന്നായി ഫ്രൈ ആക്കി എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. തന്നെയല്ല ഹെൽത്തി ആയൊരു സ്നാക്കുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.